നിങ്ങളോട് ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല AICCക്ക് കത്തെഴുതിയാൽ എന്താണ് അത്ഭുതം? രമേശ് ചെന്നിത്തല പോളിറ്റ് ബ്യൂറോക്കാണോ കത്തെഴുതേണ്ടത്? രമേശ് ചെന്നിത്തല പാണക്കാട് തങ്ങൾക്കാണോ കത്തെഴുതേണ്ടത്? രമേശ് ചെന്നിത്തല AICCയുടെ പ്രസിഡന്റിനെ കത്തെഴുതിയാൽ അത് UDFനകത്തുള്ള മഹാകുഴപ്പമായി ചിത്രീകരിക്കുന്ന ഈ രീതി നിങ്ങൾ എന്തേ കാണിച്ചില്ല? ഇവിടെ കടന്നുപോയ ജാഥകൾ നിങ്ങൾ പരിശോധിക്കുക, വരാനിരിക്കുന്ന ജാഥകൾ പരിശോധിക്കുക. SNDPയുടെ ജാഥ പോയല്ലോ, ജാഥയുടെ സെക്രട്ടറി വെള്ളാപ്പള്ളി നയിച്ചു. BJPയുടെ ജാഥ പോയല്ലോ, BJPയുടെ പ്രസിഡന്റ് കുമ്മനം നയിച്ചു. KPCCയുടെ ജാഥ പോയല്ലോ, KPCCയുടെ പ്രസിഡന്റ് ജാഥ നയിച്ചു. ഞങ്ങളുടെ ജാഥ തുടങ്ങുകയാണ്. ഇതാ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ, ഓൾ ഇന്ത്യ ട്രഷറർ ഈ ജാഥ നയിക്കുന്നു. സഖാവ് പിണറായി വിജയൻ ജാഥ നയിച്ചല്ലോ. എന്താ ഡെസിഗ്നേഷൻ? പാർട്ടി സെക്രട്ടറിയാണോ? അല്ല. അസംബ്ലി പാർട്ടി ലീഡറാണോ? അല്ല. പിന്നെയോ പൊളിറ്റ് ബ്യൂറോ മെമ്പർ. MN ബേബി പൊളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? PKB പൊളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? ഈ 3-4 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരിൽ നിന്ന് സഖാവ് പിണറായി വിജയൻ ജാഥ നയിക്കുമ്പോ അതിന്റെ മാനദണ്ഡം എന്ത്? മീഡിയകൾ വിശദീകരിച്ചില്ല. ഇത് സംഭവിക്കുന്നത് ലീഗിലാണെങ്കിൽ, ഇത് സംഭവിച്ചത് കോൺഗ്രസിലാണെങ്കിൽ നിങ്ങൾക്ക് തലക്കെട്ട് ബാധകമാകുമല്ലോ. എന്തേ നിങ്ങൾ അതിന്റെ പൊള്ളത്തരങ്ങൾ പറഞ്ഞില്ല? ജാഥ നയിക്കാൻ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് യോഗ്യൻ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കാര്യം 360 കോടി മോഷ്ടിച്ചെടുത്ത ഒരു നേതാവ് കേരളത്തിൽ അദ്ദേഹം അല്ലാതെ വേറെ ആളില്ല. നയിക്കട്ടെ, ആക്ഷേപമില്ല, നയിക്കട്ടെ. ഞങ്ങൾ ഈ ജാഥയുമായി യാത്ര പോവുകയാണ്. ഞങ്ങളെ കാത്തിരിക്കുന്ന പലരുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാത്തിരിക്കുന്ന പലരുമുണ്ട് ഈ കേരളത്തിന്റെ പല തെരുവുകളിൽ. അവരാരാണെന്ന് നിങ്ങൾക്കറിയാം. സഖാവ് പിണറായി വിജയന്റെ ജാഥയെ ആരൊക്കെയാണ് കാത്തിരുന്നത്? നിങ്ങളെ സ്വീകരിച്ചത് ആരാണ്? നിങ്ങൾ കണ്ണൂരിൽ ചെന്നപ്പോൾ സ്വീകരിച്ചത് ഷുക്കൂറിന്റെ കൊലപാതകികളാണ്. നിങ്ങളെ കാത്തിരുന്നത് അൻവറിന്റെയും മാവിലോട്ട് മഹമ്മൂദിന്റെയും എടക്കാട്ടിൽ ഷാദുലയുടെയും ആളുകളാണ്. ജയകൃഷ്ണനെ വധിച്ചവരാണ്. നിങ്ങൾ കോഴിക്കോടെത്തുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ചന്ദ്രശേഖരന്റെ കൊലപാതകങ്ങളാണ്. നിങ്ങൾ നാദാപുരത്ത് ചെല്ലുമ്പോൾ കാത്തിരിക്കുന്നത് മൊയ്തു ഹാജിയുടെ, യൂസഫ് ഹാജിയുടെ ഘാതകന്മാരാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് മലപ്പുറത്ത് ചെല്ലുമ്പോ ഹമീദ് മോന്റെ കൊലയാളികളാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് ആരാണ് സഖാക്കളെ? നിങ്ങൾ കണ്ണൂർ ജില്ലയിലെത്തുമ്പോ നിങ്ങളെ കാത്തിരിക്കേണ്ടത്, നിങ്ങളെ സ്വീകരിക്കേണ്ടത് സഖാവ് P ജയരാജനാണ്. എവിടെ പോയിരുന്നു? അദ്ദേഹത്തിന് വയറിളക്കം വന്നിട്ട് ആശുപത്രിയിലായിരുന്നു. കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു CBI വിളിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താ പറയാറ്? നെഞ്ചു വിരിച്ച് നേരിടും, തോക്ക് വന്നാൽ പോരാടും. അപ്പൊ CBI വന്നപ്പോഴോ വയറിളക്കം. എന്താ ഈ പാർട്ടിക്ക് സംഭവിക്കേണ്ടത്? നിങ്ങളെ കണ്ണൂരിൽ സ്വീകരിക്കേണ്ടത് P ജയരാജൻ, നിങ്ങളെ കോഴിക്കോട്ട് സ്വീകരിക്കേണ്ടത് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന മോഹനൻ മാഷ്. നിങ്ങൾ ഇടുക്കിയിൽ വരുമ്പോൾ നിങ്ങളെ സ്വീകരിക്കേണ്ടത് 1, 2, 3, 4 എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്ന കഥകൾ പറയുന്ന നിങ്ങളുടെ മണി. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാത്തിരിക്കുന്നത് ഞങ്ങൾ കൂര കൊടുത്ത് പാർക്കുന്ന 10,000-കണക്കിന് പാവങ്ങളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാത്തിരിക്കുന്നത് ഞങ്ങൾ കുടിച്ചു കൊടുത്ത കിണറിൽ നിന്ന് ഒരു വെള്ളം കുടിച്ച് ആത്മസംതൃപ്തി അടയുന്ന 10,000-കണക്കിന് ആളുകളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാത്തിരിക്കുന്നത് ഒരു ഗവൺമെന്റിന്റെ കാരുണ്യം നിറഞ്ഞൊടുങ്ങിയ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരുപാട് നേട്ടങ്ങൾ ചെയ്തു കൊടുത്ത ഒരു ഗവൺമെന്റാണ്. നിങ്ങൾ എന്താണ് കരുതിയത്? ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കള്, നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സഖാവ് പിണറായി വിജയൻ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ ബീഫ് ഫെസ്റ്റ് നടത്തുകയാണ്. ഭയങ്കര സംഭവമാണ് ബീഫ് ഫെസ്റ്റ്. മുസ്ലിം സമുദായത്തിന്റെ സമീപകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി DYFI-കാരന്റെ ബീഫ് ഫെസ്റ്റ് കണ്ടാ കരുതുക പോത്ത് മുസ്ലിം സമുദായത്തിന്റെ ദേശീയ മൃഗാടെന്നാണ്. അങ്ങനെയൊന്നുമില്ലട്ടാ. ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം ഉപയോഗിക്കുന്ന ബീഫ് ഉപയോഗിക്കുന്നതിൽ 60% മുസ്ലിങ്ങളല്ല. അതിന്റെ കയറ്റുമതിക്കാർ മുസ്ലിങ്ങളല്ല. പിന്നെ നിങ്ങൾ ഈ ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ട് മുസ്ലിം സമുദായത്തെ അങ്ങോട്ട് ഏമാത്തിക്കളയാം എന്ന് വിചാരിക്കുന്നത്, നമസ്കരിക്കുന്ന ഫോട്ടോ എടുത്ത് സ്വന്തം ഫേസ്ബുക്കിലിട്ട് സെൽഫിക്ക് അതിന് ലൈക്ക് അടിക്കുന്ന നരമ്പ് രോഗികളെ പോലെയാണ് മുസ്ലിം സമുദായം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് മുസ്ലിം സമുദായത്തെ. സലാം കൊടിയത്തൂരിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ടെലിഫിലിമിൽ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച പോത്തർച്ചി നിന്നാത്തവൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്താണെന്ന്. ആ വികാരത്തിലാണോ നിങ്ങൾ മുസ്ലിങ്ങളെ കണ്ടത്? ഞങ്ങൾക്ക് ബീഫിനേക്കാൾ വലിയ പ്രശ്നമാണ് ശരീഅത്ത്. ശരീഅത്ത് എന്താണ്? ശരീഅത്തിന്റെ വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് നിങ്ങൾ പറ. ശരീഅത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കലും ബീഫ് നടത്തിയിട്ടില്ല.
ഒരിക്കലും. ഒട്ടകം, ആട്, അതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ എന്താ നിങ്ങൾക്കിത്? നിങ്ങൾ ഈ വിഷയം കൊണ്ടുവന്നിട്ട് ഇത് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണോ? രാജ്യത്തിന്റെ പൊതു പ്രശ്നമാണ്. ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് നേരത്തെ പറഞ്ഞു, രാജ്യത്തിന്റെ പൊതു പ്രശ്നം. അങ്ങനെയാണ് നിങ്ങൾ അതിനെ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ഏറ്റെടുത്തോ? നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? നിങ്ങൾ അങ്ങനെയല്ല ഏറ്റെടുക്കുന്നത്. മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ ചെറിയ വികാരങ്ങൾ ഏറ്റെടുത്ത് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ അങ്ങനെ അങ്ങ് വിഡ്ഢികളാക്കാമെന്ന് നിങ്ങൾ ധരിക്കുകയാണ്. ഫാഷിസത്തോട് നിങ്ങൾ പൊരുതിയത് എവിടെയാണ്? നിങ്ങൾ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് ഇന്ന് വലിയ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി ഫാഷിസത്തെ ഞങ്ങൾ നേരിടുമെന്ന ഞങ്ങളുടെ വാദത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാദം പൊള്ളയാണ്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വരികളിൽ സുവ്യക്തമായി ഇവിടെ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് ഫാഷിസത്തെ നേരിടുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് കടന്നു വന്ന മതവർഗീയവാദികളെ ചെറുത്തു തോൽപ്പിച്ചവരാണ്. ഇവിടെ RSS ശക്തി പ്രാപിക്കാതെ പോയത് അവനെതിരെ ശബ്ദമുയർത്താൻ സിമിയില്ലാത്തത് കൊണ്ടാണ്. അവനെതിരെ ശബ്ദമുയർത്താൻ ISS ഇല്ലാത്തത് കൊണ്ടാണ്. മുസ്ലിം സമുദായത്തിനിടയിൽ നിന്ന് വന്ന എല്ലാ മതവർഗീയതയെയും ചെറുത്തു തോൽപ്പിച്ചത് ഞങ്ങളാണ്. മലപ്പുറത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സാമ്പാർ മുന്നണി, അതിൽ ആരൊക്കെയുണ്ട്? മലപ്പുറത്ത് വന്ന് ലീഗ് മതവർഗീയതയെ എതിർത്തില്ലെന്ന് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സമ്മതിക്ക് തയ്യാറാകുമ്പോ നിങ്ങൾ പറ, സാമ്പാർ മുന്നണിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? SDP ഇല്ലായിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി ഇല്ലായിരുന്നോ? പഴയ സിവിൽ നേതാക്കന്മാരില്ലായിരുന്നോ? രാജ്യത്തെ സകല മതവർഗീയവാദികളും ലീഗിനെതിരെ. ഇന്ത്യ മഹാരാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരു തെളിവ് പറ. വർത്തമാന ഇന്ത്യയിലെ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടം, അതിശക്തമായ പോരാട്ടം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. സഖാവ് പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും പറയട്ടെ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ? നിങ്ങൾ പറ. നിങ്ങൾ അവിടുത്തെ നക്സലുകളുടെ കൂടെ കൂടി കോൺഗ്രസും അവിടുത്തെ ലാലു പ്രസാദ് യാദവും അവിടെ നടത്താൻ ശ്രമിച്ച ഒരു ജനകീയ പോരാട്ടത്തെ നിങ്ങൾ തുരങ്കം വെച്ചു. നിങ്ങൾ എവിടെയാണ് ഫാഷിസ്റ്റുകൾക്കെതിരെ പൊതിയത്? ബംഗാളിലാണോ? അവിടെ BJP ഇല്ലല്ലോ സഖാവേ, BJP ഇല്ലല്ലോ. നിങ്ങൾ എവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഫാഷിസ്റ്റുകൾക്കെതിരെ പൊരുതിയത് എന്ന് നിങ്ങൾ പറ. കേരളത്തിലാണോ? ഗുജറാത്തിൽ ഫാഷിസമുണ്ട്, അവിടെ CPM ഉണ്ടോ? മഹാരാഷ്ട്രയിൽ ഫാഷിസമുണ്ട്, അവിടെ CPM ഉണ്ടോ? ഡൽഹിയിൽ ഫാഷിസമുണ്ട്, അവിടെ CPM ഉണ്ടോ? ഉത്തർപ്രദേശിൽ ഫാഷിസമുണ്ട്, BJP ഉണ്ട്, അവിടെ CPM ഉണ്ടോ? ബീഹാറിൽ BJP ഉണ്ട്, അവിടെ CPM ഉണ്ടോ? BJP ഉള്ളിടത്ത് നിങ്ങളില്ല. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ്, ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദളിത് ഇഷ്യൂ രാജ്യത്ത് കടന്നു വന്നപ്പോ, കർഷകരുടെ പ്രശ്നം വന്നപ്പോ അവിടെ ഓടിയെത്തുന്ന രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനെ ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളെ ചെറുക്കാൻ, തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആവർത്തിക്കുകയാണ്, അതിനേക്കാൾ ഉദാഹരണമില്ലാത്തത് കൊണ്ട്. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ വലിയ പ്രശ്നം നായപിടുത്തമാണ്. അറിയാലോ നിങ്ങൾക്ക്? എല്ലാ മുനിസിപ്പാലിറ്റിയുടെയും എല്ലാ കോർപ്പറേഷന്റെയും എല്ലാ പഞ്ചായത്തിന്റെയും പ്രശ്നമാണ്. നമ്മളുടെ മേനകാ ഗാന്ധിയുടെ നായസ്നേഹം കൊണ്ട് രാജ്യത്തെ മനുഷ്യന്മാർക്ക് ജീവിക്കാനാവാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, നായാണ് പ്രശ്നം. നായപിടുത്തം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളുടെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി ഒരു തീരുമാനം എടുത്തു, നായനെ പിടിക്കാൻ തീരുമാനിച്ചു. നായപിടുത്തക്കാർ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ വന്ന് ഇറങ്ങുകയാണ്. കയ്യിൽ മറ്റേ സുറിഞ്ചുണ്ട്, മറ്റേ കമ്പിയുണ്ട്. നായനെ ഒരു 1/2 കിലോമീറ്റർ ദൂരത്തിൽ കണ്ടാൽ പിടിക്കാൻ മിടുക്കരായ നായപിടുത്തക്കാരുണ്ട്. മുനിസിപ്പാലിറ്റി തീരുമാനം എടുത്തു, നായ പിടിക്കാൻ തീരുമാനിച്ചു, കരാർ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ വിവരം ഏതോ സഖാവ് നായ്ക്കൾക്ക് ചോർത്തി കൊടുത്തു. നായ്ക്കൾക്കൊക്കെ ഭയങ്കര വിവരം. അപ്പം നായ്ക്കൾ